പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂര്യന്റെ 7ാം അറിവ് മൂവിയിലെ ആ ഒരു സീന് കഴിഞ്ഞതിന് ശേഷം, അതായത് പോസ്റ്റ് ഇന്റർവൽ സീനിന് ശേഷമുള്ള ഒരു സോങ് ആണ് ഏലേലമ്മ. നമ്മൾ കുറെ വട്ടം കേട്ടിട്ടുണ്ടായിരിക്കും ഈ സംഭവം. പക്ഷെ ഇത് എന്ത് പ്രസക്തിയാണ് ഈ മൂവിയിൽ തരാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ സോങ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയുന്നത് നായികയുടെ ഓൾറെഡി ആ ഒരു സംഭവം കാണിച്ചല്ലോ. അപ്പൊ ആ നായകന്റെ ഒരു സന്തോഷമാണ് ഏകദേശം അവിടെ കാണിക്കുന്നത്. വിജയ് പ്രകാശ്, കാർത്തിക്, പിന്നെ അതുപോലെ ആരായിരുന്നു, ശ്രുതി ഹസൻ, പോപ്ഷാൻ, ഇവരെല്ലാരും കൂടി പാടിയ പാട്ടാണ്. നമുക്ക് നല്ല നേരെ സോങ് ഇട്ട് പോകാം. തുടങ്ങിയാലോ? വെറൈറ്റി സോങ്സ് ആണ്. ഇതൊരു കുറച്ചൊരു മറ്റേ അടിച്ചുപൊളിയോയോ கதவிலே இவ பார்வை பற்றி தெரிக்க ஒரு மின்னல் பொழுதிலே பொன் காதல் என்னை இழுக்க என் காலம் என்னில் தாவுதடி குதிக்க தென்னாப்பில் விழ புவியில் பைக்கண்டாரடி இன்று நானும் விழ விழியில் பைக்கண்டேனடி காமலே இசையனை தாண்டி போவரே நீ என்னை கேட்காமலே என காதல் நண்பனே துத்து மடுத்தாய் என்னை பார்த்தவளும் நீதாய் துப்பத்துள்ளை போய் இந்த கரைச்சவள் நீதாய் மேலும் மேலும் அழகாய் மாறி போனேன் மாறே என்று அண்ணா கடவிலே இவ பார்வை பட்டு தெரிக்க என் காலம் என்னில் தாவுதடி அடிவதற்க சிறுவேரும் இல்லாமலே துணிநீரும் இல்லாமலே இளவையிலும் படாமலே பூப்போக்கும் இன்பம் தந்தாய் தோழில் விழாமலே கை சிறிதும் படாமலே உன் நிழலும் தொடாமலே நீ என்னை கொள்ளையிட்டாய் இருவரும் மட்டும் அழகும் இழந்து செய்வோமா இரவொன்றின் போதும் பகலிடம் சொல்லுமா வேறு வேலை ஏதுமின்றி காதல் செய்வோம்
മെയിനായിട്ട് എടുത്തു പറയുന്നത് ശ്രുതി ഹസൻ. ഇവര് രണ്ടുപേരും ഒരു രക്ഷയില്ല. ശരിക്കും ഭയങ്കര എനർജറ്റിക് സംഭവമാണ് അല്ലെ. അതായത് ഇവര് രണ്ടുപേരുടെ തന്നെ നമ്മള് ഫോക്കസ് ആവുന്ന കണ്ണ് ലോക്ക് ആവുന്നുണ്ട്. കണ്ണ് വേഗം സൂര്യന്റെ അടുത്തും ശ്രുതി ഹാസനും രണ്ടുപേരും ഭയങ്കരമായിട്ട് ലോക്ക് ആവുന്നുണ്ട്. ആൻഡ് ശ്രുതി ഹാസൻ പാടിയതും കൊണ്ട് കൂടി ആ ഒരു മാച്ചിങ് നല്ല രസത്തിൽ വരുന്നുണ്ട്. സൗണ്ട് നമ്മൾ കാർത്തിക് നമുക്ക് അറിയാലോ എപ്പോഴും സൂര്യനും നല്ല രസത്തിൽ വരുന്നുള്ളു. ആൻഡ് വിജയ് പ്രകാശും പാടിയത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, മാച്ച് ആവുന്നുണ്ട് ആ ഒരു സൗണ്ട്. എല്ലാവർക്കും അതായത് 4 പേരുടെ വോയിസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഭംഗി കൊടുക്കുക. എനിക്ക് കൂടെ ഇതിനകത്ത് തമിഴ് മാത്രമല്ല വേറെ എന്തൊക്കെയോ മിക്സ് വേറെ ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു. ഇനി ചൈനീസ് ലാംഗ്വേജ് എന്താണെന്ന് അറിയില്ല, വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ട് അവരതിനകത്ത്. ആൻഡ് അത് ലൊക്കേഷനില് ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ഡാൻസേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആളുകളെ ഡാൻസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഭയങ്കര കോർഡിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. പെർഫെക്റ്റ് എന്താ പറയാ കളർ ഗ്രേഡിങ്ങും എല്ലാം മിക്സിങ്ങും കിട്ടും. അതായത് ഈ സോങ്ങിനെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ഡാൻസ് സോങ് എന്ന് പറയാം. അത് ഭയങ്കര സ്റ്റൈൽ എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു ഫ്രെയിം ഒക്കെ എടുത്താണെങ്കിൽ പ്രത്യേകിച്ച് അവസാനത്തെ ആ ഷോട്ടിൽ നടന്നതിന് വേണ്ടല്ലേ ഭയങ്കര സ്റ്റൈലായിട്ട് അങ്ങോട്ട് നമ്മൾ പറയില്ലേ അടിച്ചുപൊളി സ്റ്റൈലിഷ് സോങ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു സാധനം. അതായത് എന്താ പറയാ ആ ഒരു സാഡ് സോങ് കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു ഇഷ്ടമാണ് എന്നൊക്കെ അറിയുന്ന ഒരു സമയത്തുള്ള ഒരു സംഭവമാണ്. ഇനി അറിയില്ല സോങ്ങുകളൊക്കെ ഉണ്ടാവുന്നുള്ളത്, കാരണം വില്ലന് രംഗപ്രവേശനം ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ എന്തായാലും പണി തുടങ്ങി ഓൾറെഡി. അവിടെ സൈഡിൽ നിന്ന് ഒരു പണി നടക്കുന്നുണ്ട്. തീർത്തു. ഇനിയിപ്പോ ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് സംഭവത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അടുത്ത സീനിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ പാട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവിയിലെ ഫുള്ള് സീൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്ന് പ്ലേലിസ്റ്റ് നോക്കുക. അതെല്ലാം മൂവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. Bye bye.